നമസ്കാരം. കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്. മിക്ക കുട്ടികളും മുട്ട കഴിക്കാൻ മടി കാണിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മോനടക്കം മുട്ട പുഴുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ കഴിക്കാറില്ല. സ്നാക്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലുമൊക്കെ വെച്ച് കഴിപ്പിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ അവനെ കഴിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മുട്ട ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയിൽ നിന്നും കുറച്ചും കൂടി ഹെൽത്തി ആക്കാനും പറ്റും. കുട്ടികളെ മുട്ട കഴിപ്പിക്കാനും നല്ലൊരു ട്രിക്ക് കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ വലിയ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്തയക്കാം. ഇത് മുട്ടയും കൂടി ചേർക്കുന്ന കാരണം കുറച്ചും കൂടി ഹെവി ആവും ചപ്പാത്തി. അപ്പോൾ അത്ര വേഗമൊന്നും വിശക്കില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുന്നത് എഗ്ഗ് ചപ്പാത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള മുട്ട എടുക്കാം. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്കാണ് ചെയ്യുമെങ്കിൽ ഒരു മുട്ട എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവുകൾ മാറ്റുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇതിപ്പോൾ ലഞ്ച് ബോക്സിൽ തന്നെ വേണമെന്നില്ല. സ്നാക്ക് ബോക്സിൽ ചെറിയ കുട്ടികൾക്ക് സ്നാക്കായിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2-3 പീസ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലതാണ് മുട്ട ആയതുകൊണ്ട്. ഇപ്പോൾ സവാള ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കണേ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം മുട്ട എടുത്തിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം. ഇനി ഞാനിതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മുഴുവൻ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിരുന്നു. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ കല്ല് ഞാൻ ചൂടാക്കാനിട്ടിരുന്നു. ഇനി അതിലേക്ക് നമ്മുടെ ചപ്പാത്തി പരത്തിയത് ഇട്ട് കൊടുക്കാം. സാധാരണ ചപ്പാത്തി തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ചപ്പാത്തി ഒന്ന് നന്നായിട്ട് ആയി വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോളകളൊക്കെ വന്ന് തുടങ്ങി. ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ട് എല്ലായിടത്തേക്കും എത്തണ പോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. ഇതൊന്ന് ആയി വരണം. അപ്പുറത്തെ ഭാഗം തിക്കായി പോവാണ്ടിരിക്കാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ അടിയിൽ ഭാഗം ഭയങ്കര ഹാർഡായി പോവും. മുട്ട ഒന്ന് കുക്കായി വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കട്ടിയിൽ പരത്തി ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം. ഇതൊക്കെ 2 ചപ്പാത്തിക്ക് മാക്സിമം വലിയവരായാലും ചെറിയവരായാലും കഴിക്കുള്ളൂ. കാരണം മുട്ടയും കൂടി ആകുമ്പോൾ നല്ല ഹെവി ആവും. ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ തൈര് കൂട്ടിയിട്ടോ അങ്ങനെ വല്ലതും കൂട്ടി കഴിക്കേണ്ടതായിരിക്കും നല്ലത്. കറി വേണം നിർബന്ധമുള്ളവർക്ക് കറി ചേർക്കാം. ഇതായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് നമ്മൾ നേരത്തെ ചേർത്തിരുന്നുള്ളൂ. ഇതിപ്പോൾ 1 സ്പൂൺ നെയ്യൊന്നും ഇല്ല. എല്ലായിടത്തേക്കൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം. ഇനി ഇത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സ്നാക്ക് ബോക്സിലും കുട്ടികൾക്ക് കൊടുത്തയക്കാം. അപ്പോൾ ചപ്പാത്തി
ഒന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ പിസ്സ കട്ടർ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാലും മതി, വെജസ് പോലെ. പക്ഷേ ഇത് അത്ര കട്ടിയിലല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വെജസ് പോലെ ഉണ്ടാക്കുമ്പോൾ തീരെ കട്ടി ഉണ്ടാവില്ല, പിടിച്ച് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നല്ല ടൈറ്റ് ആക്കിയിട്ട് ചപ്പാത്തിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലേറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 എഗ് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് കുട്ടികളെ എത്രയും കഴിക്കുക വെച്ചാൽ അതിനനുസരിച്ച് കൊടുത്തയക്കാം. ഇനി അതിൻ്റെ കൂടെ വേണമെങ്കിൽ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കറി വേണമെന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ കറി കൊടുത്തയക്കാം. ഞാനിപ്പോൾ ഇതിൽ തൈരാണ് വെച്ചിരിക്കുന്നത് കറിക്ക് പകരം. അപ്പോൾ തൈരും വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് കഴിക്കാനാണെങ്കിലും തൈര് തന്നെ കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും നല്ലതാണ്. ഇനി അതിൻ്റെ കൂടെ ഞാൻ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ലഞ്ചൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് വാട്ടർമെലൺ ഞാൻ ഈ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവസാനം കഴിക്കാനായിട്ട് ഞാൻ ഒരു സ്വീറ്റ് പോലെ വെച്ചിരിക്കുന്നത് കടലമിഠായിയാണ്, നമ്മുടെ കപ്പലണ്ടി മിഠായി. കപ്പലണ്ടി മിഠായി, കപ്പലണ്ടിയുടെ അറിയാലോ ഗുണങ്ങൾ, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ടും അതും ഒരു ഹെൽത്തി സ്നാക്കാണ് കുട്ടികൾക്ക് കഴിക്കാൻ. ഇതാണ് ഇന്നത്തെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി. ഇത് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും വെച്ച് കൊടുക്കാം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് 2-3 പീസ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്രൂട്ട്സും. ഡിപ്പ് വേണമെന്നില്ല കുട്ടികൾക്ക്, ഇപ്പോൾ ഡിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പും വെച്ച് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. മുട്ട കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്ത് നോക്കിയിട്ട് അവർ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഫീഡ്ബാക്കായിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.